ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം മെൻസുറേഷൻ അതുപോലെ തന്നെ ജിയോമെട്രി രണ്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് ചേർന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് 3 മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ 9, 12, 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു മുമ്പ് എന്താണ് മീഡിയൻ എന്ന് അറിഞ്ഞു വെക്കുക. നമ്മൾ ഇതിൽ തിയറി സെക്ഷനായിട്ട് ജിയോമെട്രിയുടെ തിയറി സെക്ഷനിലായിട്ട് മീഡിയൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മീഡിയൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വേർട്ടെക്സിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മീഡിയൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഒന്നാമത്തെ മീഡിയൻ, ഇത് രണ്ടാമത്തെ മീഡിയൻ, ഇത് മൂന്നാമത്തെ മീഡിയൻ. നമുക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് 3 മീഡിയൻസിൻ്റെ ലെങ്ത്താണ്. 3 മീഡിയൻസിൻ്റെ ലെങ്ത്താണ് തന്നിട്ടുള്ളത്. ഓക്കെ, സപ്പോസ് ആ മീഡിയൻസ് എന്ന് പറയുന്നത് എ ബി സി ആണ് അതിൻ്റെ ലെങ്ത് എങ്കിൽ നമുക്ക് ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 4/3 ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നാണ്. ഓക്കെ, ഇതാണ് മീഡിയൻ്റെ ലെങ്ത് തന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് C/2 ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ആദ്യം നോർമലായിട്ട് ഇത് ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഷോർട്ട് കട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് എസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മീഡിയൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 9, 12, 15. ഓക്കെ, 9, 12, 21, 21, 15, 36, 36/2 18 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 4/3 ഇൻറ്റു 18 ഇൻറ്റു 18 മൈനസ് എ. 18 മൈനസ് എ എന്ന് പറയുമ്പോൾ 18 മൈനസ് 9 എന്ന് പറഞ്ഞാൽ കിട്ടും. അടുത്ത 18 മൈനസ് ബി 6 എന്ന് പറഞ്ഞ് കിട്ടും. അടുത്ത 18 മൈനസ് സി 3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, 4/3 ഇൻറ്റു റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 18, 6 ഇൻറ്റു 3 18. റൂട്ട് എടുക്കുമ്പോൾ 18 വെളിയിൽ വരും. ഇവിടെ നോക്കുമ്പോൾ ഒരു 9 ഉണ്ട്, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 3. ഓക്കെ, ഇത് തമ്മിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 72 എന്ന് പറഞ്ഞ് കിട്ടും. 72 എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് ഒരു രീതി. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നത് എന്ന് പറയുന്നത് ട്രയാങ്കിളുടെ ഏരിയക്ക് കറസ്പോണ്ട് ചെയ്യാം. ഏത് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 9, 12, 15 സൈഡുള്ള ഒരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ സൈഡുകൾ തന്നു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്നതെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9, 12, 15 വെച്ച് ഫോം ചെയ്യുന്ന 9, 12, 15 വെച്ച് ഫോം ചെയ്യുന്ന ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ സത്യം പറഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 9, 12, 15 ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 3 വെച്ച് കിട്ടിയ 3, 4, 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. പൈതഗോറസ് ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഈ നമ്പേഴ്സ് വെച്ച് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഹാഫ് ഇൻറ്റു 9 ഇൻറ്റു 12 ഇട്ട് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. 1/2 × 9 × 12 ഇത് ബേസ് ആയിട്ട് എടുത്ത് ഇത് ഹൈറ്റ് ആയിട്ട് എടുത്തു. സോ നമുക്ക് ഇത് തമ്മിൽ 3 2 6. ഓക്കെ, 3 2 6. അത് നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്യാം. സോ 4 × 2 8, 8 × 9 72. ഈ ഒരു രീതിക്ക് നമുക്ക് ആൻസറിലോട്ട് എത്താം. അപ്പോൾ ഇവിടെ ട്രിപ്ലറ്റ് ആണ് മാറ്റുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് 4/3 ഇൻറ്റു 1/2 ഇൻറ്റു ഈ ട്രിപ്ലറ്റിലെ രണ്ട് സ്മോളസ്റ്റ് സൈഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ ഈസി ആയിട്ട് ഇതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും.